ഇന്ന് നമ്മൾ KTU 2019 സ്കീമിൻ്റെ ജാനുവരി 2024 കോംപ്രിഹെൻസീവ് കോഴ്സ് വർക്കാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഹൂക്സ് ലോ ഹോൾഡ്സ് ഗുഡ് അപ് ടു ലിമിറ്റ് ഓഫ് പ്രപ്പോർഷണലിറ്റി. ഓക്കെ, സ്ട്രെസ് ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു സ്ട്രെയിൻ അപ് ടു ദ ലിമിറ്റ് ഓഫ് പ്രപ്പോർഷണലിറ്റി. അതാണ് ഹൂക്സ് ലോ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, റിലേഷൻഷിപ്പ് connecting Young's modulus and bulk modulus. ഇതാണ് ഇക്വേഷൻ. E is equal to 3k into 1 minus 2 mu. അപ്പോൾ ഇനി വേറൊരു ഫോർമുല കൂടി ഉണ്ടല്ലോ, 2g into 1 plus mu. 2g into 1 plus mu, 3k into 1 minus 2 mu. ഇത് എപ്പോഴും ഓർത്ത് വയ്ക്കണം. ഓക്കെ, മൂന്നാമത്തെ പ്രോബ്ലം, when a copper wire of length 2 meter and diameter 40 mm is subjected to an axial pull of 80 kilonewton, its diameter reduces by this much mm and length increases by this much mm. Calculate the Poisson's ratio. അപ്പോൾ ഈ പ്രോബ്ലം ചെയ്യണമെങ്കിൽ നമുക്കൊരു ഫോർമുല നമ്മൾ എടുക്കണം. ഏത് ഫോർമുല എന്ന് വെച്ചാൽ പോയ്സൺസ് റേഷ്യോ ഇസ് ഈക്വൽ ടു ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലോങ്കിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ഇതെല്ലാവർക്കും അറിയാം അല്ലേ? mu is equal to lateral divided by longitudinal. ഇപ്പോൾ ലാറ്ററൽ സ്ട്രെയിൻ എന്ന് വെച്ചാൽ എന്തുവാ? ഡയാമീറ്ററിൻ്റെ ഡെൽറ്റ ഡി ബൈ ചേഞ്ച് ഇൻ ഡയാമീറ്റർ ഡിവൈഡഡ് ബൈ ദ ഒറിജിനൽ ഡയാമീറ്റർ. ലോങ്കിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത്. അപ്പോൾ ഇതിൻ്റെ വാല്യൂസ് ഒക്കെ അവർ തന്നിട്ടുണ്ട്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 0.32 ആണ് കിട്ടുന്നത്. അപ്പോൾ ഈ പ്രോബ്ലം ചെയ്യണമെങ്കിൽ നമുക്ക് പോയ്സൺസ് റേഷ്യോ ഇസ് ഈക്വൽ ടു ലാറ്ററൽ ഡിവൈഡഡ് ബൈ ലോങ്കിറ്റ്യൂഡിനൽ. ഇപ്പോൾ ഇത് നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരും, ലോങ്കിറ്റ്യൂഡിനൽ ഡിവൈഡഡ് ബൈ ലാറ്ററൽ ആണോ ലാറ്ററൽ ഡിവൈഡഡ് ബൈ ലോങ്കിറ്റ്യൂഡിനൽ ആണോ എന്ന്. ആ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓർക്കുക, അൽഫബറ്റിക്കൽ ലെറ്ററിലെ എ അല്ലേ ആദ്യം വരുന്നത്, അപ്പോൾ ലാറ്ററൽ ഡിവൈഡഡ് ബൈ ലോങ്കിറ്റ്യൂഡിനൽ അങ്ങനെ എടുത്താൽ മതി. ഓക്കെ, അടുത്ത പ്രോബ്ലം, what will be the value of Young's modulus if the material has a Poisson's ratio of 0.25 and shear modulus 100 megapascal. ഇത് എങ്ങനെ ചെയ്യണം? നമുക്ക് ആൾറെഡി ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, യങ്സ് മോഡുലസും ഷിയർ മോഡുലസും കണക്ട് ചെയ്യുന്ന ഫോർമുല എന്തുവാ? E is equal to 2g into 1 plus mu. ഇപ്പോൾ 2 into gൻ്റെ വാല്യൂ, ഷിയർ മോഡുലസിൻ്റെ വാല്യൂ എഴുതുക, ഇൻറ്റു 1 പ്ലസ് ബൾക്ക് മോഡുലസ്, പോയ്സൺസ് റേഷ്യോ. അത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഫോർമുല ആണ് കിട്ടുന്നത്. ഓക്കെ, അതായത് 2g ഇൻറ്റു 1 പ്ലസ് മ്യൂ, 2 ഇൻറ്റു ഷിയർ മോഡുലസ് 100 മെഗാപാസ്കൽ ഇൻറ്റു 1 പ്ലസ് 0.25. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 250 മെഗാപാസ്കൽ കിട്ടും. The shear force diagram for a simply supported beam carrying a uniformly distributed load of W Newton per meter consists of എന്തുവാ? നമുക്ക് 2 റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ്. ഇതാണ് സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് UDL. ഓക്കെ, അപ്പം നമ്മുടെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരുന്നത് ഇങ്ങനെയാണ് വരുന്നത്. സോ ദിസ് ഇസ് 1 റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, ദിസ് ഇസ് അനദർ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. സോ 2 റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് ആണ്. ഓക്കെ, പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ചർ ഇസ് ദ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ചറിന് എന്തുവാ? ബെൻഡിങ് മൊമെൻറ്റ് ചേഞ്ചസ് ഇറ്റ്സ് സൈൻ ആണ്. ഓക്കെ, അറ്റ് വിച്ച് ദ ബെൻഡിങ് മൊമെൻറ്റ് ചേഞ്ചസ് ഇറ്റ്സ് സൈൻ. ഓക്കെ, അതാണ് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ചർ. Maximum value of bending moment for a cantilever beam of length L carrying uniformly distributed low of intensity throughout the spanners. എന്തുവാ ഇത്? ഒരു കാൻറ്റിലിവർ ബീമാണ്. കാൻറ്റിലിവർ ബീം എന്ന് വെച്ചാൽ വൺ സൈഡ് ഇസ് ഫിക്സ്ഡ്, അതർ എൻഡ് ഇസ് ഹെൽഡ് ടു ഫ്രീ ആണ്. ഇറ്റ് ക്യാരിയിങ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് W ന്യൂട്ടൺ പെർ മീറ്റർ. അതിൻ്റെ ബെൻഡിങ് മൊമെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് W ഇൻറ്റു L ആണ്. ബെൻഡിങ് മൊമെൻ്റ് എന്ന് പറയുന്നത് WL ഇൻറ്റു L/2 ആണ്. സോ WL²/2 ആണ്. ഓക്കെ, ദ സെക്ഷൻ മോഡുലസ് ഫോർ ദ ട്രയാങ്കുലർ സെക്ഷൻ ഓഫ് വിത്ത് B ആൻഡ് ഹൈറ്റ് H വിൽ ബി. സെക്ഷൻ മോഡുലസ് എന്തുവാ? വാട്ട് ഇസ് സെക്ഷൻ മോഡുലസ്? സെക്ഷൻ മോഡുലസ് ഇസ് ഈക്വൽ ടു മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഡിവൈഡഡ് ബൈ Y ആണ്. ഓക്കെ, ഇത് ഒരു ട്രയാങ്കിൾ ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പം ട്രയാങ്കിളിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ BH³/36, Y എന്ന് പറയുന്നത് 2H/3 ആണ്.
So section modulus is equal to BH cube by 36 divided by 2H by 3 വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് BH square divided by 24 ആണ്. അപ്പോൾ section modulus എന്ന് ചോദിച്ചാൽ നമുക്ക് ഫോർമുല എന്തുവാ? Moment of inertia divided by y. Okay, moment of inertia divided by y ആണ്. The maximum shear stress in a rectangular cross section is dash the average shear stress. അപ്പോൾ അതിൻ്റെ റിലേഷൻ എന്തുവാണെന്ന് വെച്ചാൽ 1.5 times average shear stress. Maximum shear stress in a rectangular cross section is 1.5 times average shear stress ആണ്. The Bernoullis equation is applicable for this flow. Incompressible flow ആണ്. Compressible flow വരത്തില്ല. Bernoullis equationലെ ആദ്യത്തെ assumption എന്ന് പറയുന്നത് incompressible fluid flow ആണ്. അപ്പം ഇതിൽ inviscid and incompressible fluid flow ആണ്. The continuity equation is based on the principle of conservation of mass. Okay, continuity equation is based on the principle of conservation of mass. Continuity equation എന്ന് പറയുന്നത് A1 V1 is equal to A2 V2 ആണ്. ഓക്കെ, ഈ അപ്പം കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം എതിലെയാ ബേസ് ആയിക്കെന്ന് വെച്ചാൽ മൊമെൻറ്റം ഈക്വേഷൻ. ബെർണോളിസ് ഈക്വേഷൻ കൺസർവേഷൻ ഓഫ് എനർജി. ഓക്കെ, കണ്ടിന്യൂറ്റി ഇക്വേഷൻ കൺസർവേഷൻ ഓഫ് മാസ്, മൊമെൻറ്റം ഈക്വേഷൻ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം, ബെർണോളിസ് ഈക്വേഷൻ കൺസർവേഷൻ ഓഫ് എനർജി. Okay, Darcy's waste patch equation gives the relation for the pressure only അല്ലെങ്കിൽ head loss. Okay, നമുക്ക് ഈ ഒരു ഫോർമുല അറിയാലോ, HL is equal to head loss കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മേജർ ലോസിൽ ഫ്രിക്ഷൻ ലോസിൽ വരുന്ന ഹെഡ് ലോസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യത്തില്ലേ, FL V² divided by 2GD. ഇത് ഹെഡ് ലോസിൻ്റെ, അതായത് പ്രഷർ ഹെഡിൻ്റെ പ്രഷർ ലോസ് only. ഇതല്ല pressure loss only അല്ലെങ്കിൽ head loss ആണ്. Okay, which property of fluid accounts for the major losses in pipe? Viscosity. Okay, for a channel to be economical, which of the following parameters should be minimum? Wetted perimeter. Okay, wetted perimeter should be minimum. Find the hydraulic depth for a most economical circular channel section in the case of maximum velocity is 0.3 D. 0.3 capital D. Hydraulic jump is observed in open channel flow. Okay, hydraulic jump എന്ന് പറയുമ്പോഴേ open channel flow ആണ്. During a subcritical flow, what is the value of Froude number? Subcritical flow ആണെങ്കിൽ Froude number is less than 1. എപ്പോഴാണ് ഗ്രേറ്റർ ദാൻ 1 ആകുന്നത്? സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ ആകുമ്പോഴത്തേക്ക് ഗ്രേറ്റർ ദാൻ 1 ആകും. 0 വരത്തേ ഇല്ല. ഓക്കെ, ഫ്രൂഡ് നമ്പർ ഇസ് ഈക്വൽ ടു 1 ആണെങ്കിൽ ക്രിട്ടിക്കൽ ഫ്ലോ ആണ്. ഓക്കെ, ദ ബേസ് വിഡ്ത്ത് ഓഫ് ദ റെക്ടാങ്കുലർ ചാനൽ ഇസ് 4 meter ആൻഡ് ദ മാക്സിമം ഡിസ്ചാർജ് ത്രൂ ദ ചാനൽ ഇസ് 10 m3/s. കാൽക്കുലേറ്റ് ദ സ്പെസിഫിക് എനർജി. അപ്പം മാക്സിമം ഡിസ്ചാർജ് തന്നിട്ടുണ്ട്. ഓക്കെ, മാക്സിമം ഡിസ്ചാർജ് തന്നിട്ടുണ്ട്, ചാനലിൻ്റെ ബേസ് വിഡ്ത്ത് തന്നിട്ടുണ്ട്, സ്പെസിഫിക് എനർജി ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ദാറ്റ് ഇസ് ഇ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ റെക്ടാങ്കുലർ ചാനൽ മാക്സിമം ഡിസ്ചാർജിന് അവർ പറയുന്നത് ക്രിട്ടിക്കൽ ഫ്ലോയിലാണ്. ഓക്കെ, അറ്റ് ക്രിട്ടിക്കൽ ഫ്ലോയിലാണ്, ക്രിട്ടിക്കൽ ഡെപ്തിലെ ആയിരിക്കും നമുക്ക് മാക്സിമം ഡിസ്ചാർജ് വരുന്നത്. അപ്പോൾ ഡയറക്റ്റായി നമുക്ക് ഈ ഫോർമുല അപ്ലൈ ചെയ്യാം. ഇ ഈസ് ഈക്വൽ ടു 3/2 YC. ഓക്കെ, ക്രിട്ടിക്കൽ ഡെപ്ത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? YC ഈസ് ഈക്വൽ ടു സ്മോൾ q² divided by g the whole power 1/3. ഈ സ്മോൾ ക്യൂ എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്ചാർജ് പെർ വിത്ത് ആണ്. Q divided by B. ക്യൂ തന്നിട്ടുണ്ട്, വിത്തും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്മോൾ ക്യൂ കണ്ടുപിടിക്കാം. ഇതിനകത്ത് ഈ ഫോർമുലനകത്ത് അപ്ലൈ ചെയ്യുമ്പോൾ YC കിട്ടും. YC ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ സ്പെസിഫിക് എനർജി കിട്ടും. ഓക്കെ, a well conditioned triangle has the angles not less than 30 degree more than 120 degree ആണ് നമുക്ക് ഉള്ള കണ്ടീഷൻ. പക്ഷേ ഇതിനകത്ത് 10 and it should not be less than 30 degree. ഇത് 10 degree, ഇത് 20 degree, ഇത് 90 degree. അപ്പോൾ ഇതുമില്ല, ഇത് നൺ ഓഫ് ദീസ് ആണ്. പക്ഷേ ഇത് ഓർത്ത് വയ്ക്കുക, വെൽ കണ്ടീഷൻ ട്രയാങ്കിൾ ട്രാവൽസിനകത്ത് സർവേയിങ്ങിനകത്ത് വരുന്നതായത് എ വെൽ കണ്ടീഷൻ ട്രയാങ്കിൾ ഹാസ് ആൻ ആംഗിൾ ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 30 degree ആൻഡ് ഇറ്റ് ഷുഡ് ബി മോർ ദാൻ 120 degree. അടുത്ത ക്വസ്റ്റ്യൻ,
if the magnetic bearing of sun at noon at a plane in a southern hemisphere is 150 degree, then the magnetic declination at that place is magnetic declination ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിനകത്ത് അവർ ഡിക്ലിനേഷൻ ചോദിച്ചത് കൊണ്ട് നമുക്ക് ഡിക്ലിനേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കുന്ന ഫോർമുല ട്രൂ ബിയറിംഗ് ഇസ് ഈക്വൽ ടു മാഗ്നറ്റിക് ബിയറിംഗ് പ്ലസ് ആർ മൈനസ് ഡിക്ലിനേഷൻ. ഇതാണ് നമ്മൾ ഓർത്ത് വയ്ക്കുന്ന ഫോർമുല. അപ്പോൾ ഇതിനകത്ത് ഈ ഡിക്ലിനേഷനാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ ഒരേ ഒരു തീറ്റ ആംഗിൾ മാത്രമാണ് തന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് യുവർ മാഗ്നറ്റിക് ബിയറിംഗ് ആണ് തന്നിരിക്കുന്നത്. പക്ഷേ ട്രൂ ബിയറിംഗ് അവർ തന്നിട്ടില്ല. അതിന് പകരമാണ് അവർ പറഞ്ഞിരിക്കുന്നത് സദേൺ ഹെമിസ്ഫിയർ അറ്റ് നൂൺ അറ്റ് എ പ്ലേസ് ഇൻ എ സദേൺ ഹെമിസ്ഫിയർ എന്ന് അവർ പറഞ്ഞത്. ഓക്കെ, അപ്പോഴത്തേക്ക് അത് ഈ പോയിന്റിലാണ് ഇരിക്കുന്നത്. സോ ട്രൂ ബിയറിംഗ് ഇസ് 180 ഡിഗ്രി. ഓക്കെ, അറ്റ് നൂൺ അറ്റ് സദേൺ ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ട്രൂ ബിയറിംഗ് 180 ഡിഗ്രീന്ന് എടുക്കണം. പക്ഷേ മാഗ്നറ്റിക് ബിയറിംഗ് 150 ഡിഗ്രീന്ന് തന്നിട്ടുണ്ട് പ്ലസ് ആർ മൈനസ് തീറ്റ. ഓക്കെ, അപ്പോൾ 180 മൈനസ് 150 ഇറ്റ്സ് ഈക്വൽ ടു 30 ഡിഗ്രി അല്ലേ? 180 ഡിഗ്രി, ഇത് 150 ഡിഗ്രി ആണ്. സോ ദിസ് ആംഗിൾ വിൽ ബി 30 ഡിഗ്രി. അത് ഏതിൽ നോക്കിയായിരിക്കുന്നത്? ഈസ്റ്റ് നോക്കിയാണ്. അതുകൊണ്ടാണ് 30 ഡിഗ്രി ഈസ്റ്റ് അങ്ങനെ എഴുതണം. മനസ്സിലായോ? എ 10 സെൻറ്റിമീറ്റർ തിയോഡലൈറ്റ് മീൻസ് എന്തുവാ? ഇത് നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ ഉണ്ട്. എ 10 സെൻറ്റിമീറ്റർ തിയോഡലൈറ്റ് മീൻസ് എന്തുവാ? ലോവർ പ്ലേറ്റിലുള്ള diameter ആണ്. Diameter of the graduated circle of its lower plate is 10 centimeter. Okay, and any arbitrary assumed level line from which the vertical distance are measured is called datum line. Okay, ഒരു ലെവൽ അതിലിരുന്നാണ് നമ്മൾ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഒക്കെ നമ്മൾ മെഷർ ചെയ്യുവാണെങ്കിൽ ഈ ലൈൻ എന്തുവാ അതാണ് ചോദിച്ചിരിക്കുന്നത്. സോ ദാറ്റ് ഇസ് അവർ ഡേറ്റം ലൈൻ. ഓക്കെ, ആൻഡ് ഔട്ടർ sides can be eliminated, axis can be eliminated by reading both verniers and taking the mean of the two observations. If L is the latitude and D is the departure, then the closing error is given by square root of summation of latitude square plus summation of departure square. Okay, if delta is the angle of deflection of the simple curve of radius r, then the length of the long chord is 2r sin delta by 2. Okay, an observation standing on a deck of ship just sees the top of the lighthouse where it is, which is 30 meter above the mean sea level. If the height of the observer's eye is 10 meter above the sea level, then the distance between the observer and the lighthouse will be. ഇത് നമ്മൾ എഫക്റ്റ് ഓഫ് കർവേച്ചർ റിഫ്രാക്ഷൻ അപ്ലൈ ചെയ്യത്തില്ലേ, ആ പ്രോബ്ലമാണ് ഇത്. അപ്പോൾ ആ പ്രോബ്ലത്തിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്കറിയാലോ. h is equal to 0.06735 d സ്ക്വയർ ആണ്. ഇവിടെ ഒബ്സർവർ ഇവിടെ ഉണ്ട്, ലൈറ്റ് ഹൗസ് ഇവിടെ ഉണ്ട് അല്ലേ? ഒബ്സർവർ ഇവിടെയാണ്, ലൈറ്റ് ഹൗസ് ഇവിടെയാണ്. അപ്പോൾ ഇത് നമ്മൾ ഹൊറിസോൺ എടുക്കും. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ആണ് അവർ നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് ടച്ചായിട്ട് പോകുമ്പോൾ ഇതിന് നമ്മൾ D1ഉം ഈ വെർട്ടിക്കൽ ഹൈറ്റിനനുസരിച്ചുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിന് D2 നമ്മൾ എടുക്കും. അപ്പോൾ ഈ D1 എന്ന് ആദ്യം കണ്ടുപിടിക്കേണ്ടേ. അപ്പോൾ h1 is equal to 0.06735 d1 സ്ക്വയർ ആണ്. ഈ ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത്. h1 അവർ തന്നിട്ടുണ്ട്. ഈ ഒബ്സർവറിൻ്റെ ഐ ലെവൽ എബോവ് മീൻ സീ ലെവൽ 10 മീറ്റർ. അപ്പോൾ ഇവിടെ 10 അപ്ലൈ ചെയ്യുക, D1 കിട്ടും. അതേ ഫോർമുലയിൽ തന്നെ ലൈറ്റ് ഹൗസിൻ്റെ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് 30 മീറ്റർ ഇവിടെ അപ്ലൈ ചെയ്യുക, D2 കിട്ടും. ഇത് രണ്ടും ആഡ് ചെയ്യുക, നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടും. അതാണ് ഈ ആൻസർ. മനസ്സിലായോ? ഇതിൽ ഓർത്തെടുക്കേണ്ടത് എന്തുവാണെന്ന് വെച്ചാൽ h എപ്പോഴും മീറ്ററിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഡിസ്റ്റൻസ് അത് എപ്പോഴും നമുക്ക് കിട്ടുന്നത് കിലോമീറ്ററിലെ ആയിരിക്കും. ഓക്കെ, അതൊന്ന് ഓർത്തെടുക്കുക. 2 points A and B തന്നിട്ടുണ്ട് or apart, the reciprocal leveling measured. എയിൽ വെച്ചിട്ട് റീഡിങ്സ് ഒക്കെ തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ ടു ഡിഫറൻസ് ഇൻ ലെവൽ ബിറ്റ്വീൻ A and B? അപ്പം ഇതിനകത്ത് ഫോർമുല എന്ന് പറയുന്നത് ടു ലെവൽ ഡിഫറൻസ് ഫോർമുല എന്ന് പറയുന്നത് ഇത് ഈ പോയിൻറ്റ്സ് ഒക്കെ നമ്മൾ x1 x2 y1 y2 അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഈക്വേഷൻ എന്ന് പറയുന്നത് y1 മൈനസ് x1 പ്ലസ് y2 മൈനസ് x2 ഡിവൈഡഡ് ബൈ 2 ആണ്. ഇതാണ് ഫോർമുല.
ഓക്കെ y1 മൈനസ് ഈ ഹൊറിസോണ്ടൽ ഇത് രണ്ടുമാണ് നമ്മൾ മൈനസ് ചെയ്യേണ്ടത്. ഇത് ഇങ്ങോട്ടല്ല, ഹൊറിസോണ്ടലിലുള്ള രണ്ട് റീഡിങ്സുമാണ് മൈനസ്. എക്കും ബിക്കും അല്ലേ ട്രൂ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇത് രണ്ടുമാണ് മൈനസ് ചെയ്യേണ്ടത്. ഇത് ഇങ്ങനെ മൈനസ് ചെയ്യരുത്, കൺഫ്യൂഷൻ വരും. നമ്മൾ എക്സാമിൽ എഴുതുമ്പോൾ ഫോർമുല ഇത് രണ്ടുമാണോ എന്നുള്ള കൺഫ്യൂഷൻ വരും. അപ്പം അത് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് ഡിഫറൻസ് എ ആൻഡ് ബി ആണ്. അപ്പം എയും ബിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പോൾ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള റീഡിങ്സ് ആണ് സബ്ട്രാക്ട് ചെയ്യേണ്ടത്. അപ്പോൾ y1 മൈനസ് x1 പ്ലസ് y2 മൈനസ് x2 ഡിവൈഡ് ബൈ 2 ആണ്. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇതൊരു ആൻസർ കിട്ടും. ഓക്കെ, ദ ലിമിറ്റ്സ് ഓഫ് വാട്ടർ ലെവൽ ഇൻ ദ റിവർ റെപ്രസെൻറ്റ്സ് ഹൊറിസോണ്ടൽ സർഫേസ്. ഓക്കെ, the void ratio and specific gravity of a soil sample or values തന്നിട്ടുണ്ട്. degree of saturation corresponding to the water content is 20% തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്തുവാ? ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ബാക്കി എല്ലാ ഡീറ്റെയിൽസും അവർ തന്നു. നമ്മുടെ ഫോർമുല എന്തുവാ? E is equal to WG/SR. SR ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ മാറും. SR is equal to WG/E. വാട്ടർ കണ്ടൻറ്റ് തന്നിട്ടുണ്ട്, സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട്, വോയിഡ് റേഷ്യോ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, വിച്ച് ഓഫ് ദിസ് ഫോളോയിങ് മെത്തേഡ് ഇസ് മോസ്റ്റ് സൂട്ടബിൾ ഫോർ ദ ഡിറ്റർമിനേഷൻ ഓഫ് പെർമിയബിലിറ്റി ഓഫ് കോഴ്സ് ഗ്രെയിൻഡ് സോയിൽ? ഏതാ ആൻസർ? കോഴ്സ് ഗ്രെയിൻഡ് സോയിലിൽ പെർമിയബിലിറ്റി കണ്ടുപിടിക്കാനുള്ള ഏത് സോയിലാണ്? കോഴ്സ് ഗ്രെയിൻ സോയിൽ എന്നുള്ളത് കോൺസ്റ്റൻറ്റ് ഹെഡ് മെത്തേഡാണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യനുള്ള ആൻസർ ആണ് കോൺസ്റ്റൻറ്റ് ഹെഡ് മെത്തേഡ്. ഇത് ഒരു ലബോറട്ടറി മെത്തേഡാണ്. നമുക്ക് ഫോളിംഗ് ഹെഡ് മെത്തേഡും ഉണ്ട്, കോൺസ്റ്റൻറ്റ് ഹെഡ് മെത്തേഡും ഉണ്ട്. ഈ ഫോളിംഗ് ഹെഡ് മെത്തേഡിന് പറയുന്നത് ഫൈൻ ഗ്രെയിൻ സോയിൽ ആണെങ്കിൽ ഫോളിംഗ് ഹെഡ് മെത്തേഡ് FF. ഓക്കെ, FF ഫോളിംഗ് ഹെഡ് മെത്തേഡ് ഫോർ ഫൈൻ ഗ്രെയിൻ. ഫൈൻ ഗ്രെയിൻ സോയിലാണ് ഫോളിംഗ് ഹെഡ്. അപ്പോൾ കോഴ്സ് ഗ്രെയിൻഡ് ആണെങ്കിൽ കോഴ്സ് കോൺസ്റ്റൻറ്റ് CC. ഓക്കെ, പെർമിയബിലിറ്റി കണ്ടുപിടിക്കാനുള്ള കോഴ്സ് ഗ്രെയിൻ ആണെങ്കിൽ കോൺസ്റ്റൻറ്റ് ഹെഡ്, ഫൈൻ ഗ്രെയിൻ ആണെങ്കിൽ ഫോളിംഗ് ഹെഡ്. ഓക്കെ, എ കോഴ്സ് ഗ്രെയിൻ സോയിൽ ഹാസ് എ വോയിഡ് റേഷ്യോ ദിസ് വൺ ആൻഡ് സ്പെസിഫിക് ഗ്രാവിറ്റി ദിസ് വൺ. ദ ക്രിട്ടിക്കൽ ഗ്രേഡിയൻറ്റ് അറ്റ് വിച്ച് ദ ക്വിക്ക് സാൻഡ് കണ്ടീഷൻ അക്കേഴ്സ്, നമ്മൾ ഈ ഫോർമുല I എന്ന് പറയുന്ന ക്രിട്ടിക്കൽ ഗ്രേഡിയൻറ്റ് ഇസ് ഈക്വൽ ടു GS മൈനസ് 1 ഡിവൈഡ് ബൈ 1 പ്ലസ് E. ഈ ഒരു ഫോർമുല അപ്ലൈ ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കണം. GS സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട്, വോയിഡ് റേഷ്യോ തന്നിട്ടുണ്ട്. ഓക്കെ, ദ ടോട്ടൽ ആൻഡ് എഫക്റ്റീവ് സ്ട്രെസ് അറ്റ് എ ഡെപ്ത് ഓഫ് 5 meter ബിലോ ദ ടോപ്പ് ലെവൽ ഓഫ് വാട്ടർ ഇൻ എ സ്വിമ്മിംഗ് പൂൾ ഓർ ഏതാ? അപ്പോൾ നമുക്ക് ടോട്ടൽ സ്ട്രെസ് ഇസ് ഈക്വൽ ടു U മൈനസ് സിഗ്മ ബാർ. ഈ U എന്ന് പറയുന്നത് പോർ വാട്ടർ പ്രഷറാണ്. സിഗ്മ ബാർ എന്ന് പറയുന്നത് എഫക്റ്റീവ് സ്ട്രെസ് ആണ്. ഓക്കെ, ടോട്ടൽ സ്ട്രെസ് ഒരു സ്വിമ്മിംഗ് പൂൾ അതിൻ്റെ ടോട്ടൽ ഹൈറ്റ് 5 meter ആണ്. ബിലോ വാട്ടർ ടേബിൾ വാട്ട് ഈസ് ദ ടോട്ടൽ സ്ട്രെസ്? അപ്പം നമുക്ക് യൂഷ്വലുള്ള ഫോർമുല എന്തുവാ? ടോട്ടൽ സ്ട്രെസ് ഇസ് ഈക്വൽ ടു ഗാമ W ഇൻറ്റു H, W ഇൻറ്റു G ആണ്. അപ്പോൾ ഡെൻസിറ്റി ഓഫ് വാട്ടർ ഇൻറ്റു G ഇൻറ്റു H ആണ്. അപ്പം ഇത് നമുക്കറിയാലോ, ഡെൻസിറ്റി ഓഫ് വാട്ടർ ഇസ് 1000 ഇൻറ്റു 9.81 ഇൻറ്റു ഹൈറ്റ്. വാട്ട് ഈസ് ദ ഹൈറ്റ്? 5 meter. അപ്പോൾ ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ സ്ട്രെസ് കിട്ടും. U എന്ന് പറയുന്നത് പോർ വാട്ടർ പ്രഷറും ദ സെയിം തിങ്. അപ്പോൾ ഫോർമുലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ സ്ട്രെസ് കിട്ടുന്നത് 0.5 kg/cm² കിട്ടും. ടോട്ടൽ സ്ട്രെസ്സും പോർ വാട്ടർ പ്രഷറും സെയിം ആയതുകൊണ്ട് എഫക്റ്റീവ് സ്ട്രെസ് 0 ആയിരിക്കും. അതുകൊണ്ട് 0.5 kg/cm² ആൻഡ് 0. ഓക്കെ, the ratio of unconfined compressive strength of an undisturbed soil to that of remolded sample at the same water content is sensitivity. Okay, adana sensitivity. Toughness index is defined as the ratio of plasticity index to flow index. Toughness index is the ratio of plasticity index to flow index. Porosity and void ratio are related to E is equal to N by 1 minus N or N is equal to E by 1 plus E. ഇതിൽ ഏത് ഫോർമുല അവർ തന്നാലും നമുക്ക് ടിക്ക് ചെയ്യാം. ഓക്കെ, E is equal to N by 1 by N,
N is equal to E by 1 plus E. Okay. For a fully saturated soil sample, the degree of saturation is 1. Okay. The law which governs the permeability of soil is Darcy's law. Okay. Most accurate method for the determination of water content of soil is oven drying method. ഇതാണ് നമ്മുടെ ലാബ് ടെസ്റ്റ്. ബാക്കി എല്ലാം ഫീൽഡ് ടെസ്റ്റ് ആണ്. ഓക്കെ. ആൽക്കഹോൾ മെത്തേഡും സാൻഡ് ബാത്ത് മെത്തേഡും ഫീൽഡ് മെത്തേഡാണ്. ക്വിക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് അത് അക്യൂറേറ്റ് അല്ല. അവർ ഇവിടെ അക്യൂറേറ്റിന് ചോദിച്ചത് കൊണ്ടാണ് നമ്മൾ ഓവൻ ഡ്രൈയിങ് മെത്തേഡിന് എടുക്കുന്നത്. ഓക്കെ. The component in cement which is responsible for early strength of the concrete is early strength. Strength എന്ന് വെച്ചാൽ സിലിക്ക കണ്ടൻറ്റ് ഉള്ളത് മാത്രമേ നമുക്ക് സ്ട്രെങ്ത് എടുക്കാൻ പറ്റൂ. അപ്പോൾ ഒന്നെങ്കിൽ C2S ആയിരിക്കണം, അല്ലെങ്കിൽ C3S ആയിരിക്കണം. ഈ C3A വരത്തില്ല, C4AFും വരത്തില്ല. ഓക്കെ. സിലിക്ക കണ്ടൻറ്റ് ഉള്ളത് മാത്രമേ സിമെൻറ്റിന് സ്ട്രെങ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം C3S ആണ് early strength, C2S ആണ് progressive strength. Okay. C3S early strength, C2S progressive strength. Okay. ഈ മറ്റേ അലുമിനേറ്റ് C3A ട്രൈക്കാൽഷ്യം അലുമിനേറ്റ് എന്ന് പറയുന്നത് ക്വിക്ക് സെറ്റിംഗ് സിമെൻറ്റിന് ഈ കണ്ടൻറ്റ് അതായത് പെട്ടെന്ന് സെറ്റാകാൻ വേണ്ടിയിട്ടുള്ളതാണ് C3A. C4AF എന്ന് പറയുന്നത് ഈ സിമെൻറ്റിന് ലോങ് ടേം ആയിട്ട് സ്ട്രെങ്ത് ഗെയിൻ ചെയ്യാനുള്ള പ്രോപ്പർട്ടിയാണ് C4AF. ഓക്കെ. ദ സ്ട്രെങ്ത് ഓഫ് ദ കോൺക്രീറ്റ് ബിലോ വിച്ച് not more than 5% of the test results are expected to fall as characteristic strength. Okay. The property of fresh concrete in which the water in the mix tends to rise to the surface while placing in compaction is called bleeding. Okay. Is called bleeding. എന്തുകൊണ്ടാണ് അത് വരുന്നതെന്ന് വെച്ചാൽ ഹൈ വാട്ടർ സിമെൻറ്റ് റേഷ്യോ കൂടുമ്പോഴാണ് ബ്ലീഡിങ്ങിൻ്റെ കണ്ടീഷൻ വരുന്നത്. ഓക്കെ. ഫോർ പ്രൊട്ടക്റ്റിംഗ് ദ മെറ്റൽ സർഫേസസ് എഗെയിൻസ്റ്റ് റസ്റ്റിംഗ് ദ മോസ്റ്റ് സൂട്ടബിൾ ടൈപ്പ് പെയിൻറ്റ് ഇസ് അലുമിനിയം പെയിൻറ്റ്. ഓക്കെ. ദ മോസ്റ്റ് സൂട്ടബിൾ പെയിൻറ്റ് ഇസ് അലുമിനിയം പെയിൻറ്റ്. Which of the following concept is not suitable for the cavity wall construction is high sulfate. അതിന് സൾഫൈറ്റ് ഒന്നും വരത്തില്ല. ക്യാവിറ്റി എന്ന് പറയുമ്പോൾ സൾഫൈറ്റ് അത്രയും വരത്തില്ല. ഹൈ നോട്ട് സൂട്ടബിൾ അതുകൊണ്ട് ഹൈ സൾഫൈറ്റ്. വിച്ച് എമോങ് ദ ഫോളോയിങ് ഇസ് ദ ബെനിഫിറ്റ്സ് ഓഫ് പ്രീ ഫാബ്രിക്കേറ്റഡ് കൺസ്ട്രക്ഷൻ? ടൈം സേവിങ്സ്. ഓക്കെ. ഓഫ് ദ ഫോളോയിങ് വിച്ച് അമോങ് ഇസ് ദ കോസസ് ഓഫ് ഫെയിലിയർ ഓഫ് RCC സ്ട്രക്ചേഴ്സ്? കറോഷൻ വരലാം, ഓവർലോഡിംഗ് ഉണ്ട്, ആക്സിഡൻ്റൽ ലോഡിംഗ് ഉണ്ട്. ആക്സിഡൻ്റൽ ലോഡിംഗ് എന്ന് വെച്ചാൽ പെട്ടെന്ന് നാച്ചുറൽ കലാമിറ്റീസ് ഒക്കെ വരത്തില്ല, എർത്ത് ക്വേക്ക് വരത്തില്ല, അതാണ്. അപ്പോൾ ഓൾ ഓഫ് ദി എബോവ് ആണ്. ഫോർ ഡാഷ് കോൺട്രാക്ട് ദ കോൺട്രാക്ടർ നീഡ് ടു കോട്ട് റേറ്റ്സ് ഫോർ ഈച്ച് ഐറ്റം ബേസ്ഡ് ഓൺ ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ്. ഐറ്റം റേറ്റ് കോൺട്രാക്ട്. ഓക്കെ.